ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങൾ 3 പേരെ സ്വാഗതം ഉണ്ട് ഇന്ന് പുതിയ വീഡിയോയിലേക്ക്. ആരെയാണ് നോക്കണത്? എവിടെയാണ് നോക്കണത്? നമ്മുടെ കൊണ്ടാട്ടത്തിലോ എല്ലാവർക്കും ഒരു ഹായ് കൊടുത്തേ. ഹലോ, എല്ലാവർക്കും ഒരു കുഞ്ഞു ഹായ് കൊടുത്തേ. അതെ, അപ്പൊ ഇന്ന് നമുക്ക് അവധിയാണ്. പക്ഷേ ഇന്നിപ്പോ ഇത്തിരി വെയിലുണ്ട്. എല്ലാവർക്കും മഴയുടെ ഭയങ്കര പ്രശ്നങ്ങളാണല്ലോ എല്ലായിടത്തും. ഇപ്പൊ എല്ലായിടത്തും മഴയുടെ പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയല്ലേ. നമുക്ക് ഇവിടെ അത്ര വലിയൊരു മഴയുടെ പ്രശ്നമില്ല. ബുദ്ധിമുട്ടുണ്ടാവില്ല. ഞങ്ങള് അപ്പുറവും ഇപ്പുറവും മൊത്തം വെള്ളത്തിന്റെ നടുക്കാണ് കിടക്കുന്നത്. അപ്പൊ എല്ലാ വെള്ളം വന്നാലും നേരെ ഒഴുകി പോകുന്ന സ്ഥലങ്ങളും കാര്യങ്ങളുണ്ട്. ഇത് ഒരു എന്താ കാണാപോലാത്ത സ്ഥലങ്ങൾ എന്തോ സ്ഥലങ്ങളല്ലേ. പത്തനംതിട്ടയിലും സീനൊക്കെ പറ്റിക്കണം. പത്തനംതിട്ടയിലൊക്കെ എന്ത് ബുദ്ധിമുട്ടുണ്ടാക്കണത്. ഒരു ചിലപ്പോ അങ്ങനെയൊക്കെ ഇവിടേക്ക് അവിടേക്ക് എങ്ങനെയാണെന്നാവോ അല്ലേ. മഴ കുറയുകയാണെങ്കിൽ എല്ലാവർക്കും ഒരു ആശ്വാസമാവും. അതെ, ഇവിടെ ഒരാളിപ്പോ ഒന്നും അറിയാണ്ട് എവിടെ നോക്കി മഴ അറിയണില്ല, ഒന്നും അറിയണില്ല, അവധി അറിയണില്ല, ഒന്നും അറിയണില്ല. അപ്പൊ കഴിഞ്ഞ വീഡിയോയിൽ ചോദിക്കണ്ട അമ്മ പോകൂലേ എന്നൊക്കെ ചോദിക്കണ്ടായിരുന്നു. അപ്പൊ ഞാൻ പോകാറുണ്ട്. എങ്കിലും പോയിട്ട് ഒരു ഉച്ചയ്ക്ക് ആകുമ്പത്തിന് ഞാൻ വരാറുണ്ട്. അയ്യോ, ഞാൻ നാളെ പോട്ടേട്ടാ ബാക്കിയൊക്കെ പറഞ്ഞു. അപ്പൊ സംഭവം വെച്ചാൽ അമ്മ പോവാറുണ്ട്. അമ്മ ഉച്ചയ്ക്ക് രാവിലേക്ക് നേരത്തെ പോയിട്ട് ഉച്ചയ്ക്ക് നേരത്തെ വരും അല്ലെ. അങ്ങനെയാണ് ഇപ്പൊ ചെയ്യണത്. പിന്നെയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ എടുത്തോണ്ട് അവധിയാണ്. ഇത്ര ദിവസമായില്ല അവധി, മഴ തുടങ്ങിയിട്ട്. പിന്നെ നടക്കണം ഇങ്ങനെ റോട്ടില്, അല്ലെങ്കിൽ പുറത്തൊക്കെ ഇങ്ങനെ കൊണ്ട് നടക്കും. അപ്പൊ അതാണ് ഇപ്പൊ പുള്ളിയുടെ ഒരു ജ്വരം. നടക്കണം. അത് നിന്നപ്പോ ഇഷ്ടപ്പെട്ടില്ല, അങ്ങോട്ട് നടക്കണം. അപ്പൊ അമ്മ ഇങ്ങനെ കൊണ്ടടക്കും. നിങ്ങൾക്ക് നടന്ന് വീഡിയോ എടുത്താൽ പുള്ളി ഉദ്ദേശിച്ചത് നിന്ന് മാത്രം വീഡിയോ എടുക്കണം. അതെ, അപ്പൊ ആളെ കൊണ്ട് നടക്കുകയാണ്. ഇങ്ങനെ പുറത്ത് നടന്നോളാം. പുറത്ത് നടന്നാൽ പിന്നെ സൈലന്റ് ആയിട്ട് മിണ്ടായിരുന്നോളൂ അല്ലെ. അകത്തൊക്കെ ഇരുന്നല്ലേ. എല്ലാരും കമന്റ് ബോക്സിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഒഴിഞ്ഞിടലൊക്കെ നമ്മളതൊക്കെ ചെയ്യുന്നുണ്ട്. എന്നാലും ചില നേരത്തുള്ള ഒരു വാശിയാണല്ലോ അത്. അതെ, അപ്പൊ അതങ്ങനെ ശരിയാവും. അതൊക്കെ ഇതിന്റെ ഒരു ഇരിപ്പോശല്ലേ. ഇതൊക്കെ ഒരു ഫീൽ ചെയ്തല്ലേ നമുക്ക് അറിയേണ്ടതല്ലേ. അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള്. ഇപ്പൊ നോക്കി ഞങ്ങള് നേരിങ്ങാട് പോന്നപ്പോ അവന് ചെറിയൊരു ചീറാപ്പ് വന്നപ്പോ നേരിങ്ങാട് എടുത്തല്ലേ. അപ്പൊ ഇറയത്തേക്ക് ഇരുത്തിയേക്കണ്ട. ഇറയത്ത് നേരെ പുള്ളി ഇവിടെ കിടന്നാ കളിക്കണത്. ഇപ്പൊ മൂച്ചാട്ട് എടുക്കണണ്ട. നമുക്ക് ട്രിക്ക് ഉണ്ട് നമ്മുടെ മാറാനായിട്ട് ഞാനൊരു മരുന്നുണ്ട്. മരുന്നോട് നന്നായിട്ട് കരയും. കാവാണേ നല്ല കാവാണേ ചെലേഴും കരിനീലി പെണ്ണിന്റെ കാവാണേ അന്ത്യനില രാവിറങ്ങും മുല്ലത്തറയിൽ ചേലാണ്. നിർത്തിട്ടേടാ പോകണ്ടോ. അഭിനയം മനസ്സിലാവന് കറിയാ. അപ്പൊ അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ. ഇങ്ങനെയൊക്കെയാണ് പോയിക്കൊണ്ടിരിക്കണേ അല്ലേ. ഇങ്ങനെ ഓടിക്കൊണ്ടാണ് ഇപ്പൊ ഇരിക്കണത്. ഇച്ചിരി നേരം കരയും, ഇച്ചിരി നേരം ചിരിക്കും, കളിക്കും. അതെ, എല്ലാം മിക്സ്ഡ് ആയിട്ടുള്ള ദിവസങ്ങളാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലേ. അപ്പൊ അങ്ങനെയൊക്കെയാണ് ബാക്കി വിശേഷങ്ങൾ നമുക്ക് പുറകെ കാണാം അല്ലെ. ഞങ്ങള് ചോറ് കഴിക്കാൻ വേണ്ടിട്ട് എല്ലാരും എടുത്ത് വെച്ച്. പക്ഷേ രണ്ടുപേര് കഴിക്കുമ്പോ ഒരാൾ എടുത്തിട്ട് നടക്കും. അതാണ് സംഭവം നടക്കുന്നത്. അമ്മാമ്മയും മോനോട് പുറത്തേക്ക് പോകുന്നത്. എവിടെയാണ് ഇരിക്കുന്നത് എന്റെ ഒരു നിഗമനം ഇവിടെ വെച്ചിട്ട് ഞാൻ കണ്ടിട്ടില്ല. കാരണം ഒരു മൂല അമ്മക്കൊരു വിശ്വാസം അവിടെ കൂടെ കൊച്ചു കരയൂല. ഇപ്പൊ കഴിഞ്ഞ ദിവസം നോക്കിയപ്പോ ഇതേ സമയത്ത് ഞങ്ങൾ ചോർന്നിട്ട് നോക്കിയപ്പോ ഇത് കാണാനില്ല. ഞാൻ പുറത്ത് കണ്ടൊന്ന് രക്ഷിക്കണം മഴയത്ത്. അപ്പൊ അവിടെ പെട്ടു ചെറിയ ഗ്യാപ്പിട്ടാണ്, അല്ലെങ്കിൽ മേല് നനയുന്ന രീതിയിൽ അവിടെ തന്നെ ഇരിക്കുന്നു. ഇപ്പൊ എന്റെ നിഗമനം വെച്ച് കറക്റ്റ് നോക്കണെങ്കിൽ അവിടേക്ക് ഒന്ന് പോയി നോക്കിട്ട് വരാം. എന്തായാലും പുറത്ത് തന്നെ ഉണ്ട്. അത് കാണുന്നുണ്ട്. എവിടെ രണ്ടാളുകൾ കാറിന്റെ മൂലയില് എന്താണെന്ന് അറിഞ്ഞൂടെ. അവിടെ കൊണ്ടുപോകുമ്പോ കരച്ചില് നിൽക്കും. അതാണ് ഇപ്പൊ അമ്മ പഠിച്ചേക്കണ പുതിയ ട്രിക്ക്. ഇപ്പൊ ഒരു വലിയ കാറിൽ കഴിഞ്ഞതാണ് കേട്ടോ. അപ്പൊ കൊണ്ടുവന്നൂടെ നിർത്തി കഴിഞ്ഞപ്പോഴത്തേക്കും അത് ശരിയായി. കുറച്ചേരം നോക്കുമ്പോ രണ്ടുപേരും കാണൂല, എവിടെ തന്നെ നടക്കേണ്ടി വരും. അപ്പൊ പിന്നെ കറക്റ്റ് അറിയാം. മഴയത്ത് വിട്ടുപോയ കഥ പറഞ്ഞ് ഇവിടെ എന്ത് ഇച്ചിരി ഗ്യാപ്പുണ്ട്. ഒരു തുള്ളി അങ്ങനെ ഉള്ളൂ. നമ്മളൊക്കെ ആണെങ്കിൽ ഓടിപ്പോവും. പക്ഷെ കുഞ്ഞിനെ കൊണ്ട് പോകാൻ പറ്റില്ലല്ലോ. പിന്നെ മഴയാണെങ്കിലും വെയിലാണെങ്കിലും അവൾക്ക് പുറത്തിറങ്ങി നടക്കണം. അത് കാരണം ഒരു രക്ഷയില്ല. മഴയാണെങ്കിലും വെയിലാണ് ഞങ്ങൾ പുറത്ത് ചാടും. അയ്യോ മഴ പുറത്തോട്ടിറങ്ങുമ്പോ എല്ലാരും പിണങ്ങൂട്ടാ. വഴിയിലേക്കൂടെ പോണവരൊക്കെ പിണങ്ങും. കൊച്ചിനെ ഇറക്കിയൊക്കെയാണെന്നും പറഞ്ഞിട്ട് കൊച്ചെന്താ സമ്മതിക്കണേ. അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങള്. അപ്പൊ ഞങ്ങള് പോയിട്ട് വേഗം ഭക്ഷണം കഴിച്ചിട്ട് വേണം
നമുക്ക് കഴിക്കാനായിട്ട്. ഇങ്ങനെ ഓരോ ദിവസം ഓരോരോ ഷിഫ്റ്റാണ് ഇവിടെ. ഞാൻ പോയി കഴിക്കും. ഒരുപാട് സൈസ് കറിയൊക്കെ ഉണ്ട്. 5 സൈസ് കറിയുണ്ട്. കറിയൊക്കെ ഒന്ന് കാണിച്ചു. കറികളൊക്കെ കാണിച്ചു തരാം. അത് കാണിച്ചില്ല, കഴിക്കാൻ. ഒരു കറിയൊക്കെ കൂട്ടിയല്ലേ കഴിക്കണം. ഇന്ന് 5 കറിയുണ്ട്. അത് അടിപൊളി കറികളാണ്. അപ്പൊ എല്ലാം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന കറിയാണ്. തട്ടിക്കൂട്ട് കറികൾ. അത് കാണിച്ചു തരാം. അപ്പൊ നമുക്ക് അവിടെ ചെറിയാണ് കഴിക്കണം. നമ്മള് ഒരു കറി കാണാം. ചെമ്മീനകത്ത് 2 വലിയ ചെമ്മീനുണ്ട്, പിന്നെ കരിമീൻ, പിന്നെ പരിപ്പ്. അന്നത്തെ കരിമീനല്ല, അടുത്ത കരിമീൻ വേറെ കറി വെച്ചിട്ടുണ്ടായിരുന്നു. അതാണ്ടത്. അതെ അതെ, അത് വേറെ ഉണ്ടത്. അതെ. പിന്നെ മുളക്, ഇടിച്ചമുളക് ചമ്മന്തി. ഇത് ചെമ്മീന്റെ വെള്ളത്തിൽ മറ്റേ ഇടിച്ചമുളകൊക്കെ ഇട്ട ഇടിച്ചമുളകിന്റെ പര്യായങ്ങളാണ്. അതെ, ചെമ്മീനിലും ഇടിച്ചമുളക്, എല്ലാം ഇടിച്ചമുളകിലാണ് നമ്മളെ കാര്യങ്ങളൊക്കെ. അപ്പൊ എന്തായാലും ഇപ്പൊ ഞാൻ വേഗം കഴിക്കട്ടെ തന്നു അല്ലേ. അവിടെ നടപ്പുണ്ട് 2 പേര്. രണ്ടും കൂടെ മിക്സ് ആയി പോയി. അമ്മ കഴിക്കാനായിട്ട് വന്ന് അവിടെ ആള് ഉറങ്ങി എന്ന് പറയാ. എത്ര നേരത്തേക്ക് പാട്ടിന്റെ വരിയൊക്കെ തന്നെ അറിയാം. കിട്ടണതൊക്കെ വായി തോന്നുന്നതൊക്കെയാണ് പാടുന്നത്. അപ്പൊ ഇന്നത്തെ കറി എന്ന് പറയാൻ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന കറിയാണ്ട. ഉള്ളിയും മുളക് പിടിച്ചത് എല്ലാവർക്കും ഇഷ്ടപ്പെടില്ല. ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടാത്ത. അതുണ്ടെങ്കിൽ വേറെ ഒരു കറിയും വേണ്ട ചോറ് വയ്ക്കാനായിട്ട്. നല്ല ടേസ്റ്റ് ഉണ്ട്. അതിനെല്ലാം ടേസ്റ്റാണ് ആ ചെമ്മീന്റെ ചാറിന്. അതും ഈ മുളകിന്റെ മിക്സ് ചെയ്ത് കഴിക്കുമ്പോ ഒരു അതിനെ വറുത്ത് വെച്ച് അതിന്റെ വെള്ളം എടുത്തതിന് ചാറാക്കി. വെള്ളം അടിപൊളിയാണ്. കാലത്തെ പരിപ്പ് കൂട്ടാൻ, അപ്പത്തിന്റെ പരിപ്പ്, അതരി കറി, ഉള്ളിമുളക് പിടിച്ചത്, ഒരു മീനുണ്ടായിരുന്നുള്ളൂ ഇന്നത്തെ ബാക്കി ഉള്ളത് കൊണ്ട് ഓണം പോലെയാണ്. നല്ല കറികളായിരുന്നു. നല്ല കറികളായിരുന്നു. അതാ ഞാൻ പറഞ്ഞു, എന്റെ കഴിച്ച് കഴിഞ്ഞിട്ട് നേരത്തെ കണ്ടല്ലോ നമ്മള്. ഈ പരിപ്പൊക്കെ ഇങ്ങനെ കുഴച്ച് എന്ത് ടേസ്റ്റാണോ. ചിക്കനോ മീനോ ഒന്നും വേണ്ട ഇങ്ങനത്തെ കറികൾ കഴിക്കുമ്പോ. ഇത്തിരി പരിപ്പാറ്, ഇത്തിരി ഉള്ളിമുളക് പിടിച്ചതല്ലേ ഭംഗിയണ്ട. എപ്പോ എഴുന്നേക്കുമെന്ന് പറയാൻ പറ്റൂല. ഇനി 10 മിനിറ്റ് അങ്ങനെയാണ് നിങ്ങളുടെ ഉറക്കം. ഇതുപോലെയാണ് എല്ലാവരും ഒന്ന് പറയട്ടെ. ഈ കഴിഞ്ഞ വീഡിയോയിൽ കമന്റ് ഒക്കെ ഉണ്ടായിരുന്നു, പിള്ളേരെ നോക്കണതിനെ പറ്റിയിട്ടോ അങ്ങനെ ഇങ്ങനെയൊക്കെ. അത് കാണുമ്പോൾ നമുക്ക് സന്തോഷം. ഓരോ ടിപ്പുകൾ, അറിയാത്ത കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തരുമ്പോൾ, മടിയിലിരുന്ന് മൂത്രം ഒഴിക്കണം എന്നൊക്കെ പറഞ്ഞപ്പോൾ മൂത്രം ഒഴിപ്പിക്കേണ്ടത് എങ്ങനെയാണെന്നൊക്കെ അങ്ങനെയൊക്കെ കമന്റ് ഉണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ ടിപ്പുകൾ ഓരോന്നൊക്കെ പറഞ്ഞു തരുന്നത് ഇതുപോലെയാണ്. അപ്പൊ ഞാൻ ഇങ്ങനെ ആലോചിക്കരുത്, എല്ലാവരുടെയും പിള്ളേർ ഇങ്ങനെ തന്നെയാണ്. അമ്മാവോ ഉറക്കം ചാടി എഴുന്നേക്കലാണോ? എപ്പോഴും ഞങ്ങളിത് ഇതാക്കാത്തോണ്ടാണ്. മിക്കറടിക്കും, തുണി പിടിപ്പിക്കും, അങ്ങനെ വഴി തന്നെ വീഴുമല്ല. അതിനൊക്കെ ഞങ്ങൾ അങ്ങനെ തന്നെയൊക്കെ തന്നെ പോകും. രാത്രി ആകുമ്പോ അത് ഇല്ലാതെ പറ്റൂല. അല്ലെങ്കിൽ പിന്നെ ഉറക്കവും ശരിയാവൂല. അവിടെ ഉണരാൻ പോണുണ്ട്. ഞാനൊക്കെ പോയപ്പോഴേ കിടത്തിട്ട് ഞാൻ വന്ന് ചോറി കൈ കുത്തിയിട്ടുള്ളൂ. ഇത്രയാണ് ഉറക്കം. പകലത്തുറക്കം ഇത്രേ ഉള്ളു. രാത്രി ഉറങ്ങണ്ട നന്നായിട്ട്. അപ്പൊ എന്തായാലും ഇനി നോക്കട്ടെ, ഇനി ബാക്കി വിശേഷങ്ങൾ പിന്നെ കാണാം. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞ് അമ്മ റെഡി ആയി നിൽക്കണം. ഒരു സ്ഥലം വരെ പോവാൻ പോണ്. പറൂരോട് ഒരു സ്ഥലം വരെ എന്നൊക്കെ പറഞ്ഞൊന്നുമില്ല, സ്പീക്കർ ശരിയാക്കാൻ പോണെന്നാണ് ഓണക്കളിയുടെ. അപ്പൊ പിന്നെ ഓണക്കളിയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് നമുക്കിപ്പോ ബുക്കിംഗ് ഒക്കെ എല്ലാം എടുത്തു കൊടുക്കണ്ടല്ലോ അല്ലേ. എല്ലാരും ഇപ്പൊ കുറച്ച് കളികളൊക്കെ ആയിട്ടുണ്ട്. ബുക്കിംഗ് ആയിട്ടുണ്ട്. അപ്പൊ 20-ാം തീയതിക്ക് ഞങ്ങൾ തുടങ്ങണേണ്. അപ്പൊ സ്പീക്കറില്ല, പ്രാക്ടീസ് ചെയ്യാനായിട്ട് സ്പീക്കർ 2 കേടായിപ്പോയി. പിന്നെ വേറൊരു നമ്മുടെ ഗ്രൂപ്പിലുള്ള ഒരു പെൺകൊച്ചിനെ കൊണ്ടുവരാൻ പറഞ്ഞ അതും വലിയ ചുവടുള്ളതല്ല. അപ്പൊ കണ്ണൻ ഉച്ചക്ക് പോയപ്പോ നന്നാക്കാൻ കൊടുത്തിട്ടുണ്ട്. അപ്പൊ 5 മണി പോയി മേടിക്കണം. ഞാനൊന്ന് പറഞ്ഞു. അപ്പൊ അമ്മ അങ്ങനെ പോയി. ഇപ്പൊ തന്നെ വരും. അപ്പൊ ഒന്ന് ഇവിടെ വരെ പോയിട്ട്, അപ്പൊ മഴയൊക്കെ ആവണേന് മുന്നേ ഒന്ന് വേഗം പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് പോയതാണ്. അപ്പോൾ അതൊക്കെ മേടിച്ചിട്ട് ഇപ്പം തന്നെ വരും. അപ്പോൾ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. ഇനിയും അടുത്തടുത്ത വീഡിയോസൊക്കെ ആയിട്ട് വരാം. അപ്പോൾ എന്തെങ്കിലുമൊക്കെ വീഡിയോസൊക്കെ കൂടുതൽ ഇടണമെന്നുണ്ടെങ്കിൽ എല്ലാവരും കമൻറ്റ് ബോക്സിലൊക്കെ ഒന്ന് പറയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആ വീഡിയോസൊക്കെ എന്തായാലും ഇടും. അപ്പം നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.